ഇത് മാസ് മോട്ടോഴ്സിൽ ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടില്ല. ഒരു 1400 കിലോമീറ്ററും കൂടി നമുക്ക് ഓടാനുണ്ട് വണ്ടിക്ക് കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യാം ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ടയറൊക്കെ പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ ഗിയർ ബോക്സ് ഓയിലൊക്കെ ഓക്കെയാണ്. അതേപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. വേറെ കാര്യമായിട്ടില്ല, തുടച്ച് ക്ലീൻ ചെയ്തിടാനുള്ളൂ. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ കിടക്കണേ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഓരോ പാർട്സാണത്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ, റോളർ, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം കേബിളിൻ്റെ പ്ലേ കുറവായി തുടങ്ങിയിട്ടുണ്ട്. അത് ആക്സിലേറ്ററിൻ്റെ കേബിളും വരും. അതേപോലെ ബാക്കിലത്തെ ഈ ബ്രേക്ക് കേബിളും, അത് രണ്ടും അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. തൽക്കാലം ഈ സർവീസ് അങ്ങനെ കിടന്ന് ഓടിക്കോട്ടോ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ ഓടാനുണ്ട്. 1400 കിലോമീറ്റർ കൂടി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം കേട്ടോ. നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. കേബിളുകൾ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് വന്ന കംപ്ലയിൻറ്റുകളാണ്, ടൈറ്റ് കാര്യങ്ങളൊക്കെ വന്നത്. അതാണ് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ കേസ് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ 2 കേബിളുള്ള വരാം. ആക്സിലേറ്റർ കേബിൾ 2 മാറണം. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.